നല്ല കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളാണ് മസ്താനി കേട്ടോ. കാരണം അതുവരെ ഉറങ്ങിക്കിടന്ന ബിഗ് ബോസ് ഹൗസ് ഒരു ഒച്ചയും ബഹളവും ഒരു ട്രെൻഡൊക്കെ പോലെ പൊങ്ങി വന്ന മസ്താനി വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മസ്താനി വന്നപ്പോൾ അതിനൊരു ഉണർവും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായി. അതുവരെ ഈ ഏഷ്യനെട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളും കൊട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ഒരു വലിയൊരു സ്റ്റാർ ആയിരുന്നു രേണു സുധി എന്ന് പറഞ്ഞ കഥാപാത്രം. അതിനകത്ത് വന്നപ്പോൾ മനസ്സിലായി ഒന്നുമല്ല, ഒരു കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു 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 നോർമൽ, ഒരു ബിലോ ആവറേജിലുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് രേണു. ഓക്കെ, ആ രേണു പ്രഭാവത്തിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഇനീഷ്യലി എന്താ പറയുക, ആ ഒരു സൈലൻറ്റ് മോഡിലേക്ക് വന്നു എന്ന് പറയാം. അനീഷൊക്കെ ഒബ്വിയസ്ലി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും മസ്താനി വന്നപ്പോഴാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസ് ഒന്ന് കളറായത്. ഒരു പക്ഷേ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന വേർഡിങ്സ് രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഒച്ചയും ബഹളമൊക്കെ വന്ന മസ്താനി വന്നപ്പോഴാണ്. മസ്താനി ഒരാഴ്ച 2 ആഴ്ച ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള കോൺട്രവേഴ്സിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കി അതിനുശേഷം എവിക്റ്റഡായി പുറത്തു വന്നു. ഇന്നലെ മുതൽ അവരുടെ ന്യൂസ് വരുന്നുണ്ട്, മസ്താനി ഒരു മുക്കുപണ്ട കേസിൽ ഒക്കെ ഉണ്ടായിരുന്നു. മുക്കുപണ്ടം പണയം വെച്ച് നാട് വിട്ട് അതിനുശേഷം പണമുണ്ടായപ്പോൾ അവർ പേര് മാറ്റി, അവരുടെ ലുക്ക് മാറ്റി, അങ്ങനെയാണ് അവർ ഇന്നത്തെ ലെവലിലേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ? രേണുസുധിയുടെ ആർമിയാണ് ഇപ്പം ഇവരെ മസ്താനിയെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രേണുസുധി എന്തായിരുന്നു, എങ്ങനെയാണ് രേണുസുധി ഇന്നത്തെ സ്റ്റേജിലെത്തിയത്, എന്തായിരുന്നു അവരുടെ കണ്ടൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പക്ഷേ മസ്താനി അതുപോലെയല്ല. അവർ അത്യാവശ്യം ഭംഗിയായിട്ട് ആങ്കർ ചെയ്യുന്ന ഒരു ഗേളാണ്, ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു ഗേളാണ്, അത്യാവശ്യം സോഷ്യലായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു ഗേളാണ്. എല്ലാ രീതിയിലും അവർ ആളുകളുടെ ഇടയ്ക്ക് ഒരു ഇഷ്ടം ഈ ബിഗ് ബോസിന് മുമ്പ് തന്നെ അവർ വാങ്ങിയെടുത്തിട്ടുണ്ട് മസ്താനി. അതിനുശേഷമാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. ബിഗ് ബോസിലേക്ക് വന്നപ്പം ആസ് യൂഷ്വൽ എന്താണ് ബിഗ് ബോസിന് വേണ്ട കണ്ടൻറ്റ്? കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെളിവാരി തേക്കുക എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റാണ്. അതുകൊണ്ട് തന്നെ അവർ അതിനകത്തെ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ആളെ, അതായത് രേണുസുധിയെ അവർ ചെളിവാരി തേച്ചു തിരിച്ച് ഇങ്ങോട്ടുമായി. ഇറങ്ങിയതിന് ശേഷം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു. ഇപ്പോൾ മസ്താനി ഈ ഒരു മുക്കുവണ്ടം പണയം വെച്ചിട്ടാണ് ഈ ലെവലിൽ എത്തിയെന്ന് പറഞ്ഞു. നമ്മൾ അതൊക്കെ വിട്ടേക്ക്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരോ ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ട് തപ്പിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് മോശ കഥകളുണ്ടാവും. അത് നിങ്ങൾ എത്ര വലിയ ആളുകൾ നിങ്ങൾ തപ്പിയാലും ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. നമ്മൾ വളരെ ഡിവൈനായിട്ട് കാണുന്ന ഒരു പൂവാണ് ലോട്ടസ് അല്ലേ, താമര എന്ന് പറയുന്നത്. ഈ താമര എവിടെയാണ് ഉണ്ടാകുന്നത്? ചെളിയിൽ നിന്നാണ് വളർന്നു വരുന്നത്. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇരിക്കുന്ന നമ്മുടെ ആ ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ ലാലേട്ടനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അത്രയും ബാക്കപ്പ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ മോശമായ സിറ്റുവേഷൻ നിന്നായിരിക്കും ഈ ലെവലിലേക്ക് എത്തി ഇന്ന് ആ ഒരു ഡിവൈൻ പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. സെയിം തന്നെയാണ് മസ്താനി ആണെങ്കിലും. അങ്ങനെ വന്നു, ഇന്ന് വളരെ നല്ല രീതിയിൽ ലൈഫ് ഏൺ ചെയ്ത് നന്നായി സമ്പാദിച്ച് ആളുകളുടെ ഇടയ്ക്ക് നല്ല പേരും പ്രശസ്തിയും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്.